ഇത് കഴിഞ്ഞ ദിവസം നടന്ന വുമൺ CEO പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. എല്ലാം കിളിപോയ ചോദ്യങ്ങളായിരുന്നു അല്ലേ? യെസ്, നമ്മൾ ആദ്യത്തെ ചോദ്യം അങ്ങ് ചെയ്താലോ? നമുക്ക് ആദ്യത്തെ ചോദ്യം മക്കളെ ഈ 51ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: 15.625 ക്യൂബ് റൂട്ട് ഡാഷ് ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് കാണാനാ ചോദ്യം. ആണോ? ക്യൂബ് റൂട്ട് ഓഫ് ഏതാ? ക്യൂബ് റൂട്ട് ഓഫ് 15.625. എങ്ങനെയാണ് ഒരു സംഖ്യയുടെ ക്യൂബ് റൂട്ട് കാണുന്നത്? പ്രത്യേകിച്ച് ദശാംശ സംഖ്യയുടെ. വേറെ ഒന്നും ചെയ്യേണ്ട, ആദ്യം അതിൻ്റെ ദശാംശം അങ്ങ് മാറ്റുക. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 15,625 ദശാംശം മാറ്റുമ്പം 15,625 എന്നാകും. ഇനി ദശാംശം മാറ്റിയ ഈ സംഖ്യയുടെ ക്യൂബ് റൂട്ട് കാണണം. മക്കളെ, ഒരു സംഖ്യയുടെ ക്യൂബ് റൂട്ട് കാണാൻ വലത് സൈഡിൽ നിന്ന് 3 സ്ഥാനം മാറ്റി മുറിച്ചു. 15 മുൻപുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കണം. ഈ 2ൻ്റെ ക്യൂബാണ് 8. അപ്പോൾ 15 മുൻപുള്ള പെർഫെക്റ്റ് ക്യൂബ് 8ആണ്, അത് 2ൻ്റെയാണ്. അപ്പം ആദ്യത്തെ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം 2ആണ്. ഏതിൻ്റെ ക്യൂബാണ് 5ൽ അവസാനിക്കുന്നതെന്ന് നോക്കണം. 5ൽ അവസാനിക്കുന്നത് 5ൻ്റെ ക്യൂബാണ്. 5ൻ്റെ ക്യൂബ് 125ആണ്. അതായത് ഇത് 25ൻ്റെ ക്യൂബാണ് 15,625 എന്നുള്ളത്. അപ്പോൾ ആദ്യം പോയിന്റ് മാറ്റി അതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചു. ഇനി ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ 1/3 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടണം. ചോദ്യത്തിൽ ആകെ 3 പോയിന്റ് ഉണ്ട്. അതിൻ്റെ 1/3 പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 പോയിന്റാണ്. അപ്പോൾ 1 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.5 എന്നതാണ്. ഓപ്ഷനിൽ ഓപ്ഷൻ ഡി കണ്ടോ നിങ്ങൾ? 5/2 എന്ന് കിടക്കുന്നേ. സോ അത് 2.5 ആണല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്ന് കിട്ടും.